സാർ, ഇപ്പോ ഒരുപാട് പേര് വെള്ളാപ്പള്ളി പറയുന്നു, മണ്ണഞ്ചാരി നിന്നിട്ട് അവസാനം പിണറായി പെണ്ണും കൊണ്ട് പോകുമോ? അതോടൊപ്പം തന്നെ ചിദാനന്ദപുരി പറയുന്നു, CPM വീണ്ടും അധികാരത്തിൽ വരുന്നതാണ് നല്ലത്. അതിനുശേഷം പിന്നെ BJPക്ക് അധികാരം പിടിക്കാൻ കഴിയും. ഇപ്പൊ ഏറ്റവും ഒടുവിൽ NS മാധവനും തുറന്നു പറഞ്ഞിരിക്കുന്നു, വീണ്ടും ഒരു തുടർഭരണം ഉണ്ടാവും. അദ്ദേഹം 2021 ഇതേ പ്രവചനം നടത്തിയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വ്യാകുലത സൃഷ്ടിക്കാൻ ഇവരെ കൊണ്ടൊക്കെ ആയിട്ടുണ്ടല്ലേ? തെരഞ്ഞെടുപ്പ് എന്തായാലും വോട്ടിംഗ് കഴിഞ്ഞ് പെട്ടിയിലാണ്, അല്ലെങ്കിൽ മെഷീനിലാണ്. ആർക്കും എന്തും പറയാം. ഈ സർക്കാരിന്റെ സൗജന്യം കൊണ്ട് കുറെ അധികം ദിവസം 20-25 ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 24 ദിവസം കിട്ടിയിട്ടുണ്ട്. അപ്പൊ 24 ദിവസവും നമുക്ക് ആയിരക്കണക്കിന് ചാനലുകൾ. ഇപ്പൊ ചാനലുകൾ ഇപ്പൊ ആകെ കണ്ടെത്തിയ ഒരേ ഒരു മാർക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാന്ന് ചർച്ചയില്ല. അതാണ് ചാനലുകളുടെ പ്രധാന വിഷയം. ആയിക്കോട്ടെ, അവർക്ക് ഇനി റിസൾട്ട് എത്ര ദിവസം ചർച്ച ചെയ്യാൻ പറ്റും? ഓരോ മണ്ഡലം തിരിച്ച് ചർച്ച ചെയ്തിട്ടും ഇങ്ങനെ ഓരോ ചാനലുകളും ചർച്ച ചെയ്തു. പിന്നെ യൂട്യൂബ് പോലെയുള്ള ചാനലുകൾ, സോഷ്യൽ മീഡിയ ചാനലുകൾ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. വ്യക്തികൾ അവരുടേതായ അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പൊ എനിക്കും അഭിപ്രായമുണ്ട്, വേറെ പലർക്കും ഒരു അഭിപ്രായമുണ്ട്, നിങ്ങൾക്കും അഭിപ്രായം ഉണ്ടാവും. NS മാധവൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടാവും. ഞാൻ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരാളാണ് ചിദാനന്ദപുരിയും വെള്ളാപ്പള്ളി നടേശനും, അവർക്കും അഭിപ്രായം ഉണ്ടാവും. ജനാധിപത്യമല്ലേ, അഭിപ്രായം ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഇതിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ അഭിപ്രായങ്ങൾ ഇവർ പറയുമ്പോൾ അതിന് മൂല്യം കിട്ടണമെങ്കിൽ, ഇപ്പൊ ഞാൻ സാധാരണ പറയാറുണ്ട്, സച്ചിൻ ടെണ്ടുൽക്കർ കൊക്കോക്കോളയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കില്ല. ക്രിക്കറ്റ് ബോളിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കും. ക്രിക്കറ്റ് അയാൾക്ക് അറിയാവുന്ന ഒരു പണിയാണ്, കൊക്കോക്കോള അയാൾക്ക് അറിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതങ്ങനെ എഴുതിയിട്ടുണ്ട്. കൊക്കോക്കോളയ്ക്കും പെപ്സിക്കും സച്ചിൻ നിൽക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, കൊള്ളരുതാത്തൊരു സാധനം നാട്ടുകാരെ കൊണ്ട് കുടിപ്പിക്കാൻ സച്ചിൻ നിൽക്കുകയാണ്. എനിക്ക് സച്ചിനോട് ഇഷ്ടമില്ല, കാരണം അത് തെറ്റാണ് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു പരസ്യമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പരസ്യമല്ല എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അവരുടെ ചില രാഷ്ട്രീയ അജണ്ടകളുടെ പരസ്യമാണ്. NS മാധവനെ ഞാൻ വിടുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞോണ്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഇടതുപക്ഷക്കാരനാണ്, വളരെ ചിന്താഗതിയുള്ള ആളാണ്, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തോടൊപ്പം തന്നെ ഉറച്ച ഇടതുപക്ഷത്ത് നിന്ന് കുറെ ആളുകൾ അല്ലാന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സച്ചിദാനന്ദനോ സാറാ ജോസഫോ അതുപോലെയുള്ള നിരവധി ആളുകൾ. അതിനൊന്നും വലിയ ശ്രദ്ധ കിട്ടുന്നില്ല. അല്ല, അത് വരില്ല. അത് അന്ന് വന്നുവല്ലോ. അത് ഇലക്ഷന് മുമ്പല്ലേ? ഇപ്പൊ ഇത് ഇലക്ഷന് ശേഷമല്ലേ? എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇലക്ഷന് മുമ്പ് പറയണ്ടേ? ഇലക്ഷന് ശേഷം പറഞ്ഞിട്ട് ഒരു ഇമ്പാക്റ്റും ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ ഇവര് പറയുന്നതിന് ഇവരുടെ സ്വന്തം ആത്മരതി അല്ലെങ്കിൽ സംതൃപ്തി എന്ന് പറയാനേ പറ്റൂ. ഇനി ഇവരുടെ അഭിപ്രായങ്ങളുടെ മെറിറ്റിലേക്ക് നമ്മൾ വന്നാൽ, എങ്ങനെയാണ് NS മാധവനെ പോലെ ഒരാൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ കഴിയുക? അദ്ദേഹം പ്രായമായ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് അത് യാത്ര ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് അങ്ങനെ യാത്രയില്ല. കൂടി വന്നു കഴിഞ്ഞാൽ ഈ മീഡിയ കാണാം, സോഷ്യൽ മീഡിയ കാണാം, വായിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒഫീഷ്യലായ, അദ്ദേഹം വളരെ ഉയർന്ന ഉദ്യോഗം വഹിച്ചിരുന്ന ഒരാളാണ് സെൻട്രൽ സർക്കാർ, AK ആന്റണിയുടെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയുള്ള ഒരു അർത്ഥത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ചില ഇൻഫർമേഷൻ കിട്ടിയേക്കാം. പക്ഷെ ഇതൊന്നും വസ്തുനിഷ്ഠമായ ഇൻഫർമേഷൻ അല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ജനങ്ങളുടെ ഇടയിൽ നിരന്തരം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വരെ പല മണ്ഡലങ്ങളെ കുറിച്ച് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണ് ജനങ്ങളായിട്ട് ഒരു ബന്ധമില്ലാതെ അവിടെ ദന്തഗോപുരത്തിലിരുന്ന് ഇങ്ങനെ കുറെ പത്രം വായിച്ച് എടുക്കുന്ന ആളുകളുടെ അഭിപ്രായം. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് സമാനമാണ് വെള്ളാപ്പള്ളിയും അത് രണ്ടാമത്തെ വിഷയം. അപ്പൊ തീർച്ചയായിട്ടും NS മാധവനെ ഞാൻ ബഹുമാനിക്കുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ അഭിപ്രായം, പാർട്ടിക്കാർക്ക് പറയാൻ കഴിയാത്ത അഭിപ്രായം ഈ NS മാധവൻ പറയുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് വരാൻ. യെസ്, വെരി ഗുഡ്, നല്ലത്, അദ്ദേഹത്തിന് ചിന്തിക്കാം. രണ്ടാമത് ചിദാനന്ദപുരിയുടെയും വെള്ളാപ്പള്ളിയുടെ എടുക്കാം. അതിലാദ്യം ചിദാനന്ദപുരിയുടെ തന്നെ എടുക്കാം. ചിദാനന്ദപുരി കേരളത്തിൽ അറിയപ്പെടുന്ന RSS, BJPയുടെ അല്ല, RSSന്റെ സംഘപരിവാർ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളാണ്. അയാൾ പറയുന്നത് ശരിയുമാണ്. കാരണം അയാൾക്ക് CPM രണ്ടാമത് വരുന്നത് തന്നെയാണ് നല്ലത്. CPM രണ്ടാമത് വന്നാൽ, ഇനി മൂന്നാമത് വന്നാൽ CPMന്റെ അണികൾ ഏതാണ്ട് പൂർണ്ണമായും BJPയിലേക്ക് പോകും. ഒരു കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി, കോൺഗ്രസ് മുക്ത ഭാരതവും വരും, കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളവും വരും. രണ്ടുപേരും കോൺഗ്രസ് മുക്ത കേരളം, കോൺഗ്രസും തകരും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തകരും. കോൺഗ്രസ് ചിലപ്പോൾ നിന്നു വരുന്ന ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്, കുറച്ചെങ്കിലുമൊക്കെ നിൽക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിലെ പോലെയോ, ബംഗാളിലെ അതേ അവസ്ഥയിലെത്തും. അപ്പൊ ആ ഗ്യാപ്പിൽ BJPക്ക് കയറാലോ. കാരണം ഇനി വേറൊരു കാര്യമുണ്ട്, അവിടെയാണ് വെള്ളാപ്പള്ളിയും ചിദാനന്ദപുരിയും തമ്മിലുള്ള ബന്ധം നമ്മൾ കാണുന്നത്. അവർ വെള്ളാപ്പള്ളിയിലേക്ക് പോകുന്നു. കേരളത്തിൽ ഇനി BJPയിലേക്ക് പോകാനുള്ള വോട്ട് എവിടെയുള്ളത്? CPMലല്ലേ. കോൺഗ്രസിന്റെ ഏതാണ്ട് വോട്ടൊക്കെ ഹിന്ദു സപ്പർ ക്ലാസ് വോട്ടാണ് ഈ കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. കുറെ ഇഴവ വോട്ടുണ്ടായിരുന്നു. BDJS ഒക്കെ വന്നോടുകൂടി അത് മുഴുവൻ പോയി. എന്തുകൊണ്ടാണ് കോൺഗ്രസ് UDF ഇത്രയും പിന്നോട്ട് പോയത്? ഈ വോട്ട് നഷ്ടപ്പെട്ടുകൊണ്ടാണ്.
അല്ലെങ്കിൽ 2006 മുതൽ എനിക്ക് തോന്നുന്നു 98-99 വരെ കേരളത്തിൽ ബൈപ്പോളർ അല്ലേ ഇലക്ഷൻ, ബൈപ്പോളർ ആയിരുന്നു. പതുക്കെ BJP വളരുന്നതോടുകൂടി UDF തളരുകയാണ്. പല മണ്ഡലങ്ങളും നമുക്ക് പരിശോധിച്ചാൽ BJP വോട്ടുള്ള മണ്ഡലങ്ങളിൽ ഇപ്പൊ നമ്മൾ പറയുന്നത് BJP വോട്ട് കൂടിയാൽ UDF തോൽക്കും എന്നാണ് നമ്മൾ സാധാരണ പറയാ. പക്ഷെ ഇപ്പൊ എന്താ സ്ഥിതി? ഇനി നഷ്ടപ്പെടാൻ പോകുന്നത് CPM-ന്റെ അവിടെയാണ് പ്രശ്നമുള്ളത്. ഇനി നഷ്ടപ്പെടാൻ പോകുന്നത് CPM-ന്റെ ആണെന്ന് മാത്രമല്ല, അങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് 2024 ലോക്സഭാ ഇലക്ഷൻ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UDF-ൽ നിന്ന് LDF-ലേക്കോ LDF-ൽ നിന്ന് UDF-ലേക്കോ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറാറുണ്ട്. അത് നമ്മുടെ സ്വാഭാവികമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് വോട്ട് ചെയ്യും. കാരണം കേരളത്തിൽ ഇവരാണ് നല്ലത് എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മാറിപ്പോകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് വോട്ട് ചെയ്യും എന്ന ആളുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ LDF-ന് വോട്ട് ചെയ്യുന്ന കുറെ ആളുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ട്. വലിയ ശതമാനം. ആലപ്പുഴ. അപ്പൊ എന്താ പ്രശ്നം? അരിമാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിരന്തരം കൊത്തി, അങ്ങനെയാണല്ലോ നമ്മൾ പറയാ, പാർട്ടി അടിമകൾ എന്ന്. അവർക്കൊരു മടിയുമില്ല താമരയിൽ കുത്താൻ, അല്ലേ? ചുവപ്പ് നിറച്ചാൽ കാവ്യാകും. അപ്പൊ ആ ഒരു ഷിഫ്റ്റ് കേരളത്തിൽ സാധ്യമാണ് എന്ന് BJP കണ്ടെത്തിയിട്ടുണ്ട്. ആ ഷിഫ്റ്റ് പൂർണ്ണമാകണമെങ്കിൽ CPM ഒരിക്കൽ കൂടി അധികാരത്തിൽ വരണം. അങ്ങനെ മറിച്ച് CPM പ്രതിപക്ഷത്തിരുന്ന് അവർ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും. കുറച്ചൊക്കെ ആളുകളെ അണികളെ കൊടു നിർത്താൻ കഴിയും. CPM അധികാരത്തിൽ വന്നാൽ അത് തീരും. കാരണം ഇപ്പോൾ ഉള്ളതോടുകൂടി ഇത് മൊത്തം ഒലിച്ചു പോകും. അങ്ങനെ ഒലിച്ചു പോയാൽ CPM ഉണ്ടാവില്ല. കാരണം ഇനി കോൺഗ്രസ് വോട്ട് കിട്ടാനില്ല. കോൺഗ്രസ് ന്യൂനപക്ഷ കേന്ദ്രീകൃതമാണ്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ സാധനം വോട്ട് പോയാൽ, ഈ വോട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ CPM ഇല്ലാതാവും. CPM ഇല്ലാതായ CPM ദുർബലമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ CPM-ൽ നിന്ന് വലിയ തോതിൽ ഷിഫ്റ്റ് ഉണ്ടാവും. അതിന്റെ ഏജന്റാണ് വെള്ളാപ്പള്ളി. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് കേരളത്തിലെ CPM-ൽ നിന്ന് പിന്നോക്ക ഹിന്ദു വോട്ടുകൾ BJP-ക്ക് കൈമാറാനുള്ള എഗ്രിമെന്റ് വെച്ച പാലമാണ്. പാലത്തിന് ഈ അറ്റത്ത് അച്ഛനാ നിൽക്കുന്നെങ്കിൽ മറ്റേ അറ്റത്ത് മകനാണ്. അവർക്ക് വലിയ സ്വാധീനം ഉണ്ടോ എന്ന് ചാവും. വെള്ളാപ്പള്ളിയുടെ സ്വാധീനം അല്ലാതെ നമ്മൾ കാണുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് ആള് പോകണമെന്നല്ല, വെള്ളാപ്പള്ളി അതിനുള്ള അവസരം ഒരുക്കുന്നു എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഉദാഹരണം, വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറെ കാലമായി നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവന അല്ല, ഇതുകൊണ്ടായിരിക്കും അദ്ദേഹം പറയുന്നത് വീണ്ടും പിണറായി വരണം. അതാ ഞാൻ പറഞ്ഞത്, വലിയ തോതിൽ. അപ്പൊ ചിദാനന്ദപുരിക്കും വെള്ളാപ്പള്ളി നടേശനും ഒരു അഭിപ്രായമാണെന്നേ. ഒരഭിപ്രായം രണ്ട് തരത്തിൽ പറയുന്നു. രണ്ട് തരത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഇത് ശക്തമായി നിരീക്ഷിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവും. നമുക്ക് മനസ്സിലാവും. കാരണം വെള്ളാപ്പള്ളി വളരെ ശക്തമായി ഇസ്ലാം വിരുദ്ധ, ഇസ്ലാമോഫോബിക്കായ നിരവധി പ്രസ്താവനകൾ ഒന്നല്ലല്ലോ നടത്തിയിട്ടും ഒരു പ്രാവശ്യം പോലും അതിനെ തള്ളി പറയാൻ CPM-ന് കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? CPM-ന് മാത്രമല്ല, CPM-ന്റെ നേതാക്കൾ തള്ളി പറഞ്ഞില്ല, കോൺഗ്രസ് നേതാക്കൾ പോലും. കോൺഗ്രസ് നേതാക്കൾ സതീശനൊക്കെ കുറെയൊക്കെ പറഞ്ഞു നോക്കിയാൽ, സതീശൻ മാത്രം പറഞ്ഞുള്ളൂ. അല്ല, ബാക്കി ആരും പറഞ്ഞില്ല. അല്ല, ബാക്കിയുള്ളവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഒരാൾ പറയുന്നുണ്ട്. CPM-ൽ അങ്ങനെയില്ല. കാരണം CPM-ന്റെ വോട്ട് ബേസ് ആണ് ഇഴവ വോട്ട്. CPM-ന്റെ ഇഴവ വോട്ട് ബേസിൽ നിന്ന് ഷിഫ്റ്റ് ഉണ്ടായാൽ അത് വലിയ തോതിൽ BJP-യെ സഹായിക്കും എന്ന തോന്നൽ ഇവിടെ ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത്, CPM-ന്റെ വോട്ട് ബേസിനെ ഒരു ഹിന്ദുത്വവൽക്കരിക്കുക എന്ന റോളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. പിണറായി അതിന് അംഗീകാരം കൊടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന് കുറെ നടപടികളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ പ്രസ്താവന. അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ സ്റ്റേറ്റ്മെന്റുകൾക്ക് അവർക്ക് അർത്ഥമുണ്ട്. ഇവരുടെ സ്റ്റേറ്റ്മെന്റുകൾക്ക് എന്തെങ്കിലും റിസൾട്ടിനെ ബാധിക്കുമോ എന്നുള്ളതല്ല, അവരുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമാണ്. അത് ഞാൻ പറഞ്ഞു, NS മാധവന് ഇടതുപക്ഷം വരണമെന്ന് താല്പര്യം ഉണ്ടാവും. ഓക്കെ, ഗുഡ്. വെള്ളാപ്പള്ളിക്ക് ഇടതുപക്ഷം വരണം എന്ന് ആഗ്രഹമുള്ളത് ഈ കാരണം കൊണ്ടാണ്. ഏത് കാരണം? ചിദാനന്ദപുരി പറഞ്ഞ കാരണം കൊണ്ടാണ്. ഇതാണ് അതിന്റെ രാഷ്ട്രീയ സമ്മറി.